ഞാനത് ലേസർ ചെയ്യട്ടെ. ഞാൻ ബാക്ക് ടു ഇസ്ലാമിക്, എനിക്ക് ടാറ്റിനോട് വിരോധമുണ്ട്. അതാണ് ടാറ്റു ഹറാമാ നമുക്ക്. അറിവില്ലാത്ത പ്രായം. വീഡിയോയിൽ കണ്ടാൽ ബിഗ് ബോസ് താരം നാദിറയാണ്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ്. അവർ പറയുന്ന ഒരു കമന്റ് കണ്ടില്ലേ? അവരുടെ കയ്യിലുള്ള ടാറ്റു അവർ റിമൂവ് ചെയ്യുകയാണ്, ഒഴിവാക്കുകയാണ്. കാരണം ഇസ്ലാമിൽ അത് ഹറാമാണ്. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടുനിൽക്കുന്നു. ഇതിന്റെ താഴെ വന്ന് ഒരുപാട് പേർ കമന്റ് ചെയ്തു, നീ മാന്യമായി വസ്ത്രം ധരിക്ക്, നീ ബാക്കിയെല്ലാം ഹറാമിൽ നിന്ന് വിട്ടുനിൽക്ക്, നീ ഇനിയും കുറെ നന്മകൾ ചെയ്യ്, നീ ഒരു ടാറ്റു കളഞ്ഞുകൊണ്ട് മാത്രം വലിയ മുസ്ലിം ആകൂല. ഇങ്ങനെ എത്രയെത്ര മോശപ്പെട്ട കമന്റുകൾ കണ്ടു. എന്നാൽ എത്ര പേർ അതിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്തു, പ്രിയമുള്ളവരെ, നിങ്ങൾ എന്തായാലും ഇസ്ലാമിന്റെ നിങ്ങളുടെ നൂറുകണക്കിന് തിന്മക്കിടയിൽ ഒരു നന്മ നിങ്ങൾ തിരിച്ചറിഞ്ഞു മാറാൻ തയ്യാറായല്ലോ, അൽഹംദുലില്ലാ. എത്ര പേർ പറഞ്ഞു. നമ്മുടെ സമൂഹം എന്താ ഇങ്ങനായി പോയത്? കുറെ തിന്മകൾക്കിടയിൽ ഒരാൾ ഒരു നന്മയെങ്കിലും ചെയ്ത് തന്റെ സ്വഭാവത്തിൽ ആ ഹറാമിൽ നിന്ന് ഒരു നന്മയെങ്കിലും ചെയ്ത് അതൊന്ന് ശരിയാക്കാൻ നോക്കുമ്പോ നമുക്ക് എന്തുകൊണ്ട് അംഗീകരിച്ചു കൊടുക്കാൻ ഇത്ര മനസ്സില്ല? ചില ആൾക്കാരുണ്ട്, നിസ്കരിക്കാത്ത ഒരാള് പള്ളിയിലേക്ക് ആദ്യമായി കടന്നു വരുമ്പോ ഇങ്ങനെ തുറിച്ചു നോക്കും. ഇത് കാണുമ്പോ തന്നെ ഏതോ വന്യജീവികൾ കണ്ട പോലെയൊക്കെ നോക്കുക. ഈ വരുന്ന ആള് ആ സമയം തന്നെ എല്ലാ കണ്ണുകളും തന്നിലേക്ക്, താൻ എന്തോ ഒരു കുറവായ പോലെ ആ മനുഷ്യൻ വന്ന് അന്ന് തന്നെ പള്ളിയിലേക്ക് വരവ് നിർത്തുകയും ചെയ്യും. എന്നാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് സ്വാഗതം ചെയ്തൂടെ? അദ്ദേഹത്തെ ഒന്ന് ചേർത്ത് പിടിച്ചൂടെ? ഒരാൾക്ക് ഒരുപാട് തിന്മയുണ്ടാകും. അങ്ങനെയല്ല, നമ്മൾ ആ തിന്മയിലേക്ക് വീണ്ടും വീണ്ടും നോക്കലല്ല. അയാൾ ഒരു നന്മയുണ്ടോ അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്ക്. ആ പ്രോത്സാഹനം കിട്ടുമ്പോ രണ്ടാമത്തെ തിന്മ അദ്ദേഹം മാറ്റും, പിന്നെ അടുത്തത് മാറ്റും. അങ്ങനെയല്ലേ പരിപൂർണ്ണ നല്ലൊരു മുസ്ലിമായ ഒരാൾക്ക് മാറാൻ പറ്റുക? യഥാർത്ഥ അള്ളാഹു പറഞ്ഞൊരു വ്യക്തിയെ ഒരാൾക്ക് മാറാൻ പറ്റുക? ഇത് തുടക്കത്തിൽ തന്നെ നാം അതിന്റെ നാമ്പങ്ങ് കരിച്ചു കളഞ്ഞാൽ, മുറിച്ചു കളഞ്ഞാൽ പിന്നെ ആർക്കാണ് മാറ്റമുണ്ടാവുക? ഇവിടെ നാദിറയല്ല മാറേണ്ടത്, നമ്മളാണ് മാറേണ്ടത്. നമ്മുടെ മനസ്സിന്റെ ദുഷിപ്പാണ് മാറേണ്ടത്, നമ്മുടെ ചിന്തകളാണ് മാറേണ്ടത്. അള്ളാഹു ചിലപ്പോ ആ നന്മ കൊണ്ട് ആ സഹോദരിക്ക് അള്ളാഹു സ്വർഗം എഴുതും. നമുക്കറിയോ? നമ്മളിങ്ങനെ ആൾക്കാരെ കുറ്റം പറഞ്ഞും നടക്കാതെ ഒരാളെ നന്മയിലേക്കൊന്ന് ചേർത്ത് പിടിക്കൂ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ.